ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാൻ ഒരു പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, മസാല പാസ്ത. അതിന് വേണ്ടിയിട്ട് ഈ കപ്പിന് ഒരു 1.5 കപ്പ് പാസ്ത എടുത്ത് വെച്ചിട്ടുണ്ടേ. ഏത് പാസ്ത വേണമെങ്കിലും എടുക്കാം, പല ടൈപ്പ് പാസ്തകളില്ലേ. ഞാൻ എടുത്തേക്കുന്ന ഇതാണേ. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ. എന്നിട്ട് ഈ പാസ്ത ഇതിനകത്തിട്ട് കൊടുക്കേ. ഇതൊന്ന് തിളച്ച് വേവട്ടെ. ഒരു 8 മിനിറ്റോളം വേണം, 8-9 മിനിറ്റ് വേണേ തിളച്ച് വേവട്ടെ. നമുക്ക് ഇതിനകത്തോട്ടൊരു തുള്ളി ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കേ. 1 ടീസ്പൂൺ. എട്ട് 10 മിനിറ്റ് കിടക്കട്ടെ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഇത് നോക്കിയേ, നമ്മുടെ പാസ്തയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അങ്ങ് ഒത്തിരി ഓവർ കുക്കാവരുതേ, ഭയങ്കര അങ്ങ് വെന്ത് കുഴയരുത്. ഈ പരുവം ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഞാൻ ഗ്യാസ് ഓഫാക്കുകയാണ്. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് മസാല തയ്യാറാക്കാം. നമുക്ക് സ്റ്റൗ ഓണാക്കാം. പാത്രം ചൂടാവട്ടെ. ഈ ചൂടായ പാത്രത്തിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ, ഏതെണ്ണന്നല്ല, റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നേ. ബട്ടർ ഇടാം. എണ്ണ ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി, കുഞ്ഞു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 4 വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത് അത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലോട്ട് ഇടത്തരം ഒരു സവാള അരിഞ്ഞത് അത് ഇട്ട് കൊടുത്തേ. ഇതൊന്ന് വഴന്ന് വേണേ. ഒന്ന് 2-3 മിനിറ്റ്, ഒരു 1-2 മിനിറ്റ് ഇളക്കിയാൽ മതി. ഇനി ഇതിനകത്തോട്ട് ഒരു 2 മിനിറ്റ് ഞാനിത് ഇളക്കിയിട്ടുള്ളേ. ഇനി ഇതിനകത്തോട്ട് ഒരു ക്യാരറ്റ്, വലിയൊരു ക്യാരറ്റ് അതരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എന്ത് പച്ചക്കറി ഇട്ടോ അതൊക്കെ ഇട്ട് കൊടുക്കേ. ഇനി ഇതിലോട്ട് ഇതിനകത്ത് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം, ബീൻസ് ഇട്ട് കൊടുക്കാം, എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ഇടുന്നില്ല. ഇതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ സ്വീറ്റ് കോണേ, ഇത് ഓവർ കുക്ക് ആവരുത്, ഒത്തിരി അങ്ങോട്ട് വേവിച്ച് കളയരുത്. അറിയില്ല, ക്യാരറ്റൊക്കെ ഒന്ന്, ഇത് ഫ്രോസണാണ്, വെന്ത് കോണ്, സ്വീറ്റ് ഫ്രോസൺ സ്വീറ്റ് കോണ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഇതുപോലെ 1 മിനിറ്റ്, ഒരു 1-2 മിനിറ്റ് കിടക്കട്ടെ. ഓക്കെ, ഒരു 2 മിനിറ്റ് ആയപ്പോൾ ഇതെല്ലാം നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു വലിയൊരു തക്കാളി അടിച്ചതിട്ട് കൊടുക്കേ.
ഒന്ന് വഴന്ന് വരട്ടെ. ഞാൻ തക്കാളി അടിച്ചത് 1 മിനിറ്റ് ഞാനൊന്ന് ഇളക്കിയിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ പിരിയമുളക് പൊടി ഇട്ട് കൊടുത്ത്, ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തേ. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പ്, ആ പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ്, ഇതിനകത്ത് ഉപ്പുണ്ടേ. ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടന്ന് വേകട്ടെ. നമ്മുടെ മസാല നോക്കേ. ഇനി ഇതിലോട്ട് കുറച്ച് സീസണിങ് ഇട്ട് കൊടുക്കേ. ഒരു അര ടീസ്പൂൺ. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസേ. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്ത് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതേ, ഒരു 50 ഗ്രാം ചീസോളം ഉണ്ടേ, അത് ഇട്ട് കൊടുക്കാം. നമ്മളെ സൂപ്പർ ടേസ്റ്റി മസാല റെഡിയായേ. ഇത് മസാല ചീസായേ. ഇതിനകത്ത് നമ്മുടെ ഈ റെഡിയാക്കി വെച്ചേക്കുന്ന പാസ്തയില്ലേ അതിട്ട് കൊടുക്കാം. ഇതൊന്ന് കുറയ്ക്കട്ടെ. ഓ എന്താ മണം! നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല പാസ്തേ, അടിപൊളി ടേസ്റ്റാണ്. ഈസി അല്ലേ? ഇപ്പം ഞാനിപ്പോൾ ഈ വീളി പിടിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പാസ്തയെ. തീ അധികം കൂട്ടണ്ട. ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സേ, ചതച്ച മുളകില്ലേ അതിട്ട് കൊടുക്കാം. പിന്നെ നല്ല ഫ്രഷ് മല്ലിയില അത് ഇട്ട് കൊടുക്കേ. മല്ലിയില വേണ്ടാത്തവർക്ക് ഇടണ്ട. ഞാനിത് ഡ്രൈ ആക്കുന്നില്ല, ഞാൻ ഗ്യാസ് ഓഫാക്കി. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം.
ഒരു സർവിങ് പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, ഇത് രസമാണ് കഴിക്കാനും കാണാനും. നമ്മുടെ ഈ പാസ്ത ഈ സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റേ. നല്ല ചൂടോടെ കൂടെ തന്നെ കഴിക്കണം. ഓക്കെ, നല്ലൊരു പാസ്ത ഇതേ, നല്ല മസാല പാസ്തയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല മണമുണ്ട്. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് പോയി ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നല്ല ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെ പച്ചക്കറി ഇത് മാത്രമല്ല, ബീൻസ് ഇടാം, ക്യാപ്സിക്കം ഇടാം, പിന്നെ ഫ്ലവർ ഇടാം. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ ഒരുവിധപ്പെട്ടൊക്കെ ഇടാം. അപ്പം അതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത പിള്ളേരുടെ ദേഹത്ത് പച്ചക്കറിയും ചെല്ലും. പിന്നെ ഇതിനകത്ത് മുട്ട ചേർക്കാം ഒക്കെ ചെയ്യേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഓക്കെ.